സർക്കാരിനെതിരായ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം അലയടിക്കുകയാണ് അസമിൽ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദിൽവാർ ഹുസൈൻ മജുംദാറിനെ അറസ്റ്റ് ചെയ്തതിലാണ് പ്രതിഷേധം. മുഖ്യമന്ത്രി ഹിമന്ത ഡയറക്ടറായ ബാങ്കിലെ അഴിമതിയെക്കുറിച്ച് വാർത്ത നൽകിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. അസം സർക്കാർ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്ന് മാധ്യമപ്രവർത്തകർ വിമർശിച്ചു. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയും എഡിറ്റേഴ്സ് ഗിൽഡും അറസ്റ്റിനെ അപലപിച്ചു. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് അസം തലസ്ഥാനത്തും അപ്പർ അസമിലെ നഗൌ അടക്കമുള്ള പട്ടണങ്ങളിലും മാധ്യമപ്രവർത്തകർ നടത്തുന്നത്. സർക്കാർ വിരുദ്ധ വാർത്ത നൽകിയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദിൽവാർ ഹുസൈൻ മജുംദാറിനെ അറസ്റ്റ് ചെയ്തതാണ് പ്രതിഷേധ കാരണം. ഗുവാഹത്തി പ്രസ് ക്ലബ് മുൻ ജനറൽ സെക്രട്ടറിയും യൂട്യൂബ് ന്യൂസ് ചാനലായ ദ ക്രോസ് കറന്റിന്റെ എഡിറ്ററുമാണ് ദിൽവാർ ഹുസൈൻ. അസം കോപ്പറേറ്റീവ് അപ്പെക്സ് ബാങ്കിലെ കോടികളുടെ നിയമനക്കോഴയ്ക്കെതിരെ അസം ജാത്യ യുവജന പരിഷത്ത് എന്ന സംഘടന പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഡയറക്ടറായ ഈ ബാങ്കിൽ അഴിമതിയുടെ വാർത്ത രേഖകൾ സഹിതം ഹുസൈൻ പുറത്തുവിട്ടതാണ് അറസ്റ്റിന് കാരണം. ഹുസൈനെതിരെ ബാങ്ക് മാനനഷ്ടക്കേസും ബാങ്കിലെ പ്രധാന ഫയലുകൾ കാണാതായെന്ന് ആരോപിച്ച് മോഷണക്കുറ്റത്തിനും പരാതി നൽകി. ബോഡോ ഗോത്രക്കാരനായ സെക്യൂരിറ്റി ജീവനക്കാരനെ അപമാനിച്ചെന്ന് കാണിച്ച് ഹുസൈനെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരവും പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തപ്പെട്ടെങ്കിലും ഗുവാഹത്തി കോടതി ജാമ്യം അനുവദിച്ചു. തെളിവുകൾ ഹാജരാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യം. എന്നാൽ ഹുസൈൻ പുറത്തിറങ്ങും മുൻപേ ബാങ്ക് MD ദംപാരു സൈക്കിയ നൽകിയ മറ്റൊരു പരാതിയിൽ വീണ്ടും അറസ്റ്റിലായി. ഇതോടെയാണ് മാധ്യമ പ്രതിഷേധം ശക്തമായത്. മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടിയാണ് സർക്കാരിൻ്റെതെന്ന് മാധ്യമ കൂട്ടായ്മ വിമർശിച്ചു. ബാങ്ക് MDയുടെ പരാതി കെട്ടിച്ചമച്ചതാണെന്നും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനാണ് സൈക്കിയ എന്നുമാണ് മാധ്യമ പ്രവർത്തകരുടെ ആരോപണം. BJP MLA ബിശ്വജിത് ഫുക്കാനാണ് ബാങ്ക് ചെയർമാൻ. ഹിമന്തയുടെ വിശ്വസ്തനാണ് ബിശ്വജിത്ത്. ഹുസൈന് ജയിലിൽ മരുന്ന് പോലും നൽകാൻ സമ്മതിച്ചില്ലെന്ന പരാതിയുമായി ഭാര്യയും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയും എഡിറ്റേഴ്സ് ഗിൽഡും അറസ്റ്റിൽ അപലപിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.